ഭഗവാൻ നമ്മളെയൊക്കെ ഇങ്ങോട്ട് പറഞ്ഞയച്ചതായ സമയത്ത് നമുക്ക് ചില ഉത്തരവാദിത്വങ്ങളൊക്കെ തന്നിട്ടുണ്ട്. റെസ്പോൺസിബിലിറ്റി പലതും നമ്മൾ മറന്നുപോയി. എന്താണ് ഒരേ ഒരു ഉത്തരവാദിത്വം നമ്മൾ ഇവിടെ ഓർക്കേണ്ടത്? അത് മറ്റുള്ളവരെ സഹായിക്കുക. പരോപകാരാർത്ഥമിതം ശരീരം പറയാറുണ്ട്, വായിക്കാറുണ്ട്, ചെയ്യാറില്ല. ചെയ്തിരിക്കണം നമ്മളുടെ ഭഗവാൻ നമുക്ക് ഈ ഒരു ആഖ്യാനത്തിന് കൂടിയിട്ട് നമ്മളെ ഒന്നുകൂടി ഇവിടെ ഓർമ്മിപ്പിക്കുകയാണ് ചെയ്യുന്നത്. മമ മതം താതാം പ്രിയതാം യതി യോജനേ എന്നോട് പറയാണ്, ഇതാണ് എന്റെ അഭിപ്രായം പിതാവേ, നിങ്ങൾക്ക് എല്ലാവർക്കും അത് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നമുക്കത് ആരംഭിക്കാം, നമുക്കത് ചെയ്യാം. അയം ബ്രാഹ്മണാത്രീനാം മഹ്യം ചോ അയം ഈ യാഗമാകട്ടെ പശുക്കൾക്കും ബ്രാഹ്മണർക്കും പർവ്വതങ്ങൾക്കും ഒക്കെ മാത്രമല്ല എനിക്കും, അതാണ് മഹ്യം എന്ന് പറഞ്ഞത്, എനിക്കും വളരെ ഇഷ്ടപ്പെട്ടതായിട്ട് യാഗമായിട്ട് പഠിക്കുന്നു. കേട്ടതോടുകൂടിയിട്ട് എല്ലാവരും കൃഷ്ണൻ്റെതായിട്ട് ആ അഭിപ്രായത്തെ മാനിച്ചു, സ്വീകരിച്ചു, പ്രയത്നിച്ചു. പലതരത്തിലായിട്ടുള്ള വിഭവങ്ങൾ പർവ്വതത്തിന്റെ നൈവേദ്യമായിട്ട് അവസാനമായിട്ട് അവർ സമർപ്പിച്ചു. ഭഗവാൻ തന്നെ എന്ത് ചെയ്തു? ഒരു വലിയൊരു രൂപമെടുത്തിട്ട് ആ ഇവർ സമർപ്പിച്ചതായിട്ട് നൈവേദ്യത്തെ ധാരാളമായിട്ട് ഭക്ഷിക്കൂ എന്നാണ്. കൃഷ്ണഹാതു അന്യതമം രൂപം കോപവിശ്രംഭണമഞ്ജക ശൈലോസ്മേതിരുവൻ ഭൂരിവയും ആദർബഹു നയം ദേഹോ ദേഹഭാജാം ലോകേ കഷ്ടാൻ കാമാനർഹതേ വിട്ടുജാമേ തപോ ദിവ്യം പുത്രക യേന സപ്തം ശുദ്ധേയസ്മാത് ബ്രഹ്മസൗഖ്യം ത്വനന്തം. അനന്തം ഒരിക്കലും നശിക്കാത്ത ആ പരമാനന്ദത്തെ, ആ ബ്രഹ്മാനന്ദത്തെ അല്ലേ അനുഭവിക്കേണ്ടത്. ആ ബ്രഹ്മാനന്ദത്തെ അനുഭവിക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ തന്ന ഇത്രയും ദിവ്യമായ ശരീരം അതിൽ വെറുതെ ഇങ്ങനെ തുച്ഛങ്ങളായിട്ടുള്ള പലതിന് വേണ്ടിയിട്ട് കളയാനാണോ? അതുകൊണ്ട് ആ ഒരു ആനന്ദം, ആ ഒരു ബ്രഹ്മാനന്ദം, പരമാനന്ദം, അതിലേക്ക് അതിന്റെ ഉറവിടമാണ് ഭഗവാൻ. അതാണ് സുരഗനാഥത്തെ അശുൽക്കദാസികാ വരദനിഘ്നതോ നേരകിം വദ. എന്നിട്ട് ഇത്രമാത്രം ഞങ്ങളെ നിന്നിലേക്ക് ലയിപ്പിച്ച് അത്രമാത്രം സ്നേഹിച്ച് സ്നേഹം തന്ന് നമ്മളെ കൊതിപ്പിച്ചിട്ട് അവസാനം നീ എന്താ ചെയ്തത്? ഞങ്ങൾ ഉപേക്ഷിച്ചു. ഇത് യഥാർത്ഥത്തില് ഇതിനേക്കാൾ വലിയൊരു പദ്ധതിയുണ്ടോ? നീ ഞങ്ങൾക്ക് കൊന്നാൻ പോലെ. അപ്പോ ഞങ്ങൾ മരിക്കുന്നതാണ് നിനക്ക് ഇഷ്ടം എന്നാണോ? ഇതിനെ പല പല ആപത്ത് വന്നപ്പോഴും രക്ഷിച്ചു. എത്ര ആപത്ത് വന്നപ്പോഴും ഓടി വന്ന് രക്ഷിച്ചില്ലേ? ഏതൊക്കെയാ? വിഷജലാപ്യയാ വ്യാളരാക്ഷസ വർഷമാരുത വൈദ്യുതാനല വൃഷമയാത്മജാ വിശ്വതോഭയാ ഋഷഭത്തെ വയം രക്ഷിരാമു. അപ്പൊ മറ്റൊരു ഹന്തചിത്രമബലാശ്രുതേദം കാരകാസൗരസിസ്ഥിരവിദ്യു നന്ദസൂനുരയമാർത്തജനാനാം നർമ്മദോ യർഹി പൂജിതവേണു വൃന്ദശോ രജവൃഷാം വിജഗാമോ വേണുവാദ്യകൃതചേതസാരാദന്തതട്ടകബലാധൃതകർണ നിദ്രിതാലിഖിത ചിത്രനിവാസം. ഭഗവാൻ എപ്പോഴാണോ ആ വേണുവിനെ നീട്ടാൻ തുടങ്ങുന്നത്, ഓടക്കുഴൽ ഊതാൻ തുടങ്ങുന്നത്. എങ്ങനെ ഓടക്കുഴൽ ഊതുന്നു? അല്ലയോ അബലകളെ, ഒപ്പമുള്ള ഗോപിതമാരെ മറ്റൊരു ഗോപി വിരിക്കണം. അബലകളെ, ബലമില്ലാത്തവരാണ്. എന്താ ഈ ബലമില്ലായ്മ? നമ്മൾ വിചാരിക്കുന്നത് പോലെ ശരീരത്തിന് ബലമില്ലാന്നോ മനസ്സിന് ബലമില്ലാന്നൊന്നുമല്ല. ബലമില്ല, കൃഷ്ണനിലാണ്. ഇപ്പൊ കൃഷ്ണനില്ലല്ലോ.
കൃഷ്ണൻ കാട്ടിലേക്ക് പോയേക്കല്ലേ. അങ്ങനെയുള്ള ഒരു ഭാവം കൊണ്ട് ആകെ വാടിത്തളർന്നവരായിരിക്കുന്ന ആളുകളെ അർത്ഥം ധരിച്ചാൽ മതി. അങ്ങനെയുള്ള കൂട്ടുകാരികളെ, ഈ നിങ്ങളൊക്കെ കേൾക്കും, ഈ കഴുത്തിൽ മുത്തുമണിമാലകളുണ്ടല്ലോ, ഈ മുത്തുമണിമാലകളിലേക്ക് ഭഗവാൻ ഇങ്ങനെ ഓടക്കുള്ള ഊതുന്ന സമയത്ത് മുഖം ഇങ്ങനെ താഴ്ത്തും. ഈ മുഖം താഴ്ത്തുമ്പോഴോ ഈ മുത്തുമണിമാലകളിൽ ഭഗവാന്റെ ശോഭ ഇങ്ങനെ മുത്തിനെ കുറച്ചുകൂടി അളവ് കൂട്ടും. അങ്ങനെ ഓടക്കുഴൽ ഊതുന്ന സമയത്ത് ആ ഭഗവാന്റെ മാലത്തിൽ ഇരിക്കുന്നതാരാ? സാക്ഷാൽ ലക്ഷ്മി ദേവിയാണ്. സ്ഥിര വിദ്യുത്, എപ്പോഴും ഉള്ള ഒരു മിന്നല് ഭഗവാന്റെ മാലത്തിലുണ്ട്. എപ്പോഴുള്ള മിന്നല്, എപ്പോഴുള്ള മിന്നലാരാ? ലക്ഷ്മി ദേവിയാണ്. പക്ഷെ ലക്ഷ്മി ദേവിയെ കുറിച്ച് നമ്മൾ സാധാരണ കേട്ടിരിക്കുന്നത് എന്താ? ചഞ്ചലയാണ് എന്നാണ്, എപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കുന്നവളാണെന്നാണ്. അതാണ് ഭാഗവതത്തിൽ മൃഗമഹർഷി കാലം കൊണ്ട് ചവിട്ടി നോക്കിയപ്പോ ലക്ഷ്മി ദേവി അവിടെ തന്നെ കുറച്ചു വീണ്ടും ശ്രീവത്സരത്ത് മധുരായി മാറി എന്നൊക്കെ നമ്മൾ അവസാനത്തിൽ കഥ കേൾക്കും. പക്ഷെ ഇവിടെ ശ്രീശ്വരൻ പറയുന്നത് എന്താ? ഗോപികമാരുടെ ഭാവനയിലെ ലക്ഷ്മി ദേവി ആരാ? യഥാർത്ഥത്തിൽ ചഞ്ചലയല്ല, അചഞ്ചലയാണ്. ഒരിക്കലും ആ ഭഗവാന്റെ മാനത്തെ വിട്ടു പോകാത്തവരാണ് ലക്ഷ്മി ദേവി. അങ്ങനെയുള്ള മിന്നലായിരിക്കുന്ന സാധാരണ മിന്നൽ എങ്ങനെയാ? ഒന്ന് മിന്നി പിന്നെ അങ്ങ്. ഇത് അങ്ങനത്തെ മിന്നലല്ല, എപ്പോഴുള്ള മിന്നലാണ്. മിന്നി ആ മിന്നിക്കൊണ്ടേയിരിക്കുന്ന അവസ്ഥ. അങ്ങനെയുള്ള ലക്ഷ്മിയോട് കൂടിയ മാലത്തിൽ ചേർന്ന മാലയിലെ മുത്തുമണികളിൽ സ്വന്തം മുഖത്തെ പ്രകാശിപ്പിക്കുന്ന ഭാവത്തിലുള്ള ഭഗവാൻ ആ രീതിയിൽ ഇങ്ങനെ ഊതുന്ന സമയത്ത് ഞാനിത് പറയുന്നത് നിങ്ങളുടെ മനസ്സിൽ ആ ചിത്രം തോന്നുന്നുണ്ടോ? ഉണ്ടോ? അത്രയ്ക്കൊന്നും അക്ഷാതിരിക്കില്ലെങ്കിൽ നിങ്ങൾക്ക് വെറുതെ ഒന്നും തോന്നാനൊന്ന് ശ്രമിച്ചു നോക്കൂ അല്ലേ? തോന്നുന്നു മനസ്സിനോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, എന്നിട്ട് കേൾക്കണതൊക്കെ തോന്നിപ്പിക്കുക. അപ്പൊ മനസ്സിലാവും നമ്മളല്ല മനസ്സിലുണ്ട്, മനസ്സും വേറെയാണ് തോന്നലുണ്ടാവും. അങ്ങനെ മനസ്സിനെ ചില കൊച്ചു കുട്ടികളെ പരിശീലിപ്പിക്കുന്ന പോലെ നമ്മൾ പരിശീലിപ്പിക്കണം. ഗോപികമായി മുന്നെയാണ് പരിശീലിപ്പിക്കണം. All these qualities we may read, but unless we are able to understand why we are not able to absorb these qualities, imbibe these qualities, you will find that when we come to know our real identity, that I am universal, as I am seeing the whole world as the manifestation of the gunas, my body, mind, personality is also a product of nature, is it not? The body, mind, personality is born of the parents. It's a product of nature. So, as I am seeing the world as something external, my body, mind, personality is a product of that nature. I am seeing that also, I am knowing that also. So I am not, the real I is not limited by this body, mind, personality. It is only part of the whole nature. When we start looking at it like that, then naturally our ego starts getting sublimated, because we develop our universal identity from that. Now, when I say like this, it may appear to be a little too difficult or so. It is not difficult. It is difficult because spirituality we are always considering as something we have to learn from the books, from the scriptures, something we have to listen to and remember, something we have to practice, either the mantras or meditation or something we have to do like that. But spirituality, know for sure that the real spirituality is not a practice. We are not able to touch spirituality because we have converted spiritual sadhana into a practice. It's not an exercise. It's a practice, but it's not an exercise. That every day, half an hour or 1 hour I meditate, 1 hour we chant, these are the shlokas I chant, then we go to the temple or we go there, go do this, do that. That is not spirituality at all. ഇവിടെ ഒരു സംവാദം അവതരിപ്പിച്ചിരിക്കുകയാണ് വ്യാസമഹർഷി. എന്താ സംവാദം? നാരദ മഹർഷി, നാരദൻ ബ്രഹ്മാവിൻ്റെ മാനസപുത്രന. അപ്പോൾ മക്കൾക്ക് അച്ഛനോട് എന്ത് സംസാരിക്കാം, ചോദിക്കാം, സംശയമുണ്ടെങ്കിൽ നിവാരണത്തിന് വേണ്ടി സമീപിക്കാം, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ നാരദ മഹർഷി ബ്രഹ്മാവിൻ്റെ അടുത്ത് ചെന്ന് പറഞ്ഞു, അച്ഛാ, എനിക്കൊരു സംശയം തോന്നി. എന്താ സംശയം?
അത് അച്ഛനെ പറ്റി തന്നെയാണ് എനിക്ക് സംശയം. അച്ഛനെ പറ്റി എന്താപ്പാ സംശയം? അച്ഛൻ ഇങ്ങനെ വിടാതെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ബ്രഹ്മാവിൻ്റെ സൃഷ്ടി കുറച്ച് കാലത്തേക്കല്ല, അത് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കും. എല്ലാ സമയത്തും സൃഷ്ടിച്ചതൊക്കെ വളരും, വളർന്നത് കുറച്ച് കഴിഞ്ഞാൽ ക്ഷയിക്കും, ക്ഷയിച്ചത് ഇല്ലാതെയാവും. അപ്പോൾ പുതിയ സൃഷ്ടി ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും. ഒരു ഫാക്ടറിയിൽ പ്രൊഡക്ഷൻ നടന്നുകൊണ്ട് തന്നെ ഇരിക്കണമല്ലോ. ഉണ്ടാക്കിയ സാധനങ്ങളും ഉൽപ്പന്നങ്ങളും എല്ലാം വിട്ടു തീരുമ്പോൾ പുതിയത് വേണമല്ലോ. അപ്പോൾ അങ്ങനെ ഒരു ചക്രം പോലെ ചാക്രികമായി നടന്നുകൊണ്ടിരിക്കണം. അപ്പോൾ ബ്രഹ്മാവിൻ്റെ സൃഷ്ടി ഒരു കാലത്തിന് നിർത്താൻ പറ്റില്ല. അപ്പോൾ ബ്രഹ്മാവിനൊരു ഒഴിവില്ല. പലരും പറയുന്നത് ഈ വലിയ ജോലിയോ ഒഴിവില്ലാന്ന്. അപ്പോൾ ബ്രഹ്മാവിനെ കുറിച്ച് ആലോചിച്ചോളൂ. അദ്ദേഹത്തിന് എന്ത് സന്ദേഹമുള്ളത്? എന്താ കൊല്ലത്തിൽ 1 മാസത്തെ ലീവുണ്ടോ? എപ്പോഴും സൃഷ്ടിച്ചുകൊണ്ടിരിക്കണം. അങ്ങനെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലും ആലോചനപ്പിഴവൊക്കെ വരില്ലേ, തകരാറ് വരില്ലേ എന്നൊരു സംശയമില്ല. തൃശൂർ സ്വദേശിനിയായ ശ്രീമതി കുമാരി വേണുഗോപാൽ ഇപ്പോൾ ചെന്നൈയിൽ താമസിക്കുന്നു. ശ്രീമതി സുമംഗല ജാതകൻ ട്രഷറിയിൽ നിന്നും റിട്ടയർ ചെയ്തതിനു ശേഷം അങ്കമാലിയിലാണ് താമസിക്കുന്നത്. ഇവർ രണ്ടുപേരും 1/4 നൂറ്റാണ്ടിലേറെയായി സംപൂജ്യ സ്വാമിജിയുടെ ശിഷ്യരാണ്. ആശ്രമത്തിൻ്റെ മുഖപത്രമായ വിചാരസരണി എന്ന മാസികയ്ക്ക് വേണ്ടി 2005 ഡിസംബർ മുതൽ തന്നെ ഇംഗ്ലീഷ് ലേഖനങ്ങളുടെ പരിഭാഷ നിർവഹിച്ചു വരികയാണ്. പ്രധാനമായും ആശ്രമത്തിൽ നിന്ന് പ്രസിദ്ധീകരിക്കുന്ന വിചാരസേതു എന്ന ഇംഗ്ലീഷ് മാസികയിലെ ലേഖനങ്ങളാണ് പരിഭാഷപ്പെടുത്തുന്നത്. സംപൂജ്യ സ്വാമിജിയുടെ നിർദ്ദേശപ്രകാരം ശ്രീമതി സുമംഗല ജാതവേദൻ അടുത്ത കാലത്തായി സ്വാമിജിയുടെ പുസ്തകങ്ങളുടെ പ്രൂഫ് റീഡിംഗ് ആണ് ചെയ്തു വരുന്നത്. സ്വാമിജിയിൽ നിന്നും പുസ്തകം പ്രകാശിപ്പിക്കുന്നതിന് സ്വാമിജിയെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. പൂജ്യ സ്വാമിജിയിൽ നിന്നും മാജി രചിച്ച മനോനിരീക്ഷണത്തിൻ്റെ മാസ്മര മഹിമ എന്ന കൃതി ഏറ്റുവാങ്ങുന്നതിനായി ശ്രീമതി കുമാരി വേണുഗോപാലിനെയും ശ്രീമതി സുമംഗല ജാതവേദനെയും ക്ഷണിക്കുന്നു. കുംഭീന്ദ്രൻ പോലെ വക്രം കുടവയറുമിയെന്നോരു ചാരു സ്വരൂപം ശ്രീപാർവതിക്കും ശിവനുമിക പിറപ്പോരു വൻപിച്ചുള്ളോരു വിഘ്നം വിരവിനോടഖിലം തീർത്തു രക്ഷിച്ചു തവപദകമലം സന്തതം കൈതൊഴുന്നേ ഗോവിന്ദ എന്ന വിളിയോടുകൂടി അവർ ഉദ്ദേശിച്ചത് അങ്ങീ വ്രജത്തിന്റെ പതിയല്ലേ, അങ്ങനെയുള്ള ഈ വ്രജം അങ്ങ് വിട്ടുപോവുകയാണ് എന്നവർ ഉദ്ദേശിക്കുന്നു. ദാമോദര എന്ന അഭിസംബോധനയോടെ അവർ ഉദ്ദേശിക്കുന്നത് അങ്ങേ പണ്ട് യശോദ ഉരലിൽ ബന്ധിച്ചതല്ലേ, അത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു അങ്ങ് ഇവിടെ നിന്ന് പോകാതിരിക്കുവാനായിരുന്നു.
അങ്ങനെയുള്ള ഈ വ്രതം വിട്ട് അങ്ങ് പോവുകയാണ്. പിന്നെ മാധവ എന്ന് ഉദ്ദേശിക്കുന്നത് ലക്ഷ്മീപതിയാണ് ഭഗവാൻ. ഇവിടെ ഗോപികമാർ സ്വയം ലക്ഷ്മിമാരായിട്ട് സങ്കല്പിച്ച് ഇത്രയും ലക്ഷ്മിമാരെ വെടിഞ്ഞുകൊണ്ട് അങ്ങ് പോവുകയാണ് എന്ന് ചോദിക്കുന്നു. അപ്പോൾ നിങ്ങൾക്കൊക്കെ വലിയ പൊട്ടൻഷ്യലാണ്, വലിയ സാധ്യതയും കഴിവുമാണ്. അത് മനസ്സിലാക്കണം. എപ്പോഴാണ് ആ താമസം തുടങ്ങിയത് എന്നൊന്നും പറയാൻ നമുക്ക് പറ്റില്ല. എല്ലാം ചരിത്രത്തിന് അതീതമായിട്ടുള്ള ഒരു കാലഘട്ടത്തിൽ മറഞ്ഞു നിൽക്കുകയാണ്. ഇങ്ങനെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കി പറഞ്ഞു. നാരദ മഹർഷിക്ക് ഒരു കൂസലും ഉണ്ടായില്ല. എനിക്കറിയാം. ജീവിച്ചിരിപ്പുണ്ട്. ആരാണെന്നറിയാമോ? അയോധ്യയിലെ മഹാരാജാവായ ദശരഥ ചക്രവർത്തിയുടെ ശ്രീമന്തപുത്രൻ, ആദ്യത്തെ പുത്രൻ രാമൻ എന്നാണ് പേര്. वेदो वेदांगो वेदवित्कविः लोकाध्यक्षो धर्माध्यक्षः अनिद्रः संग्रहः सर्वो ददात्मानियमो यमः वेद्यो वैद्यः सदा योगी वीरः मानवो बन्धुः अनिन्द्रियो महामायो महोत्साहो महाबलः सुभुजो दुर्गयो वाग्मी महेन्द्रो वसुतो वसुः नैकरूपो बृहद्रूपः श्रीकृष्णप्रकाशनः ओजस्तेजो द्युतिधरः प्रकाशात्मा प्रतापनः सन्तस्तन्तधरो भूयो वरदो वायुवाहनः वासुदेवो बृहद्भानुरादिदेवः पुरन्दरः अशोकस्तारणस्तारः शूरः शौरिर्जनेश्वरः अनुकूलः शतावर्तः पद्मी पद्मनिभेक्षणः पद्मनाभो रविन्दाक्षः पद्मगर्भः शरीरभृक् मनोहरो जिगत्क्रोधो वीरबाहुर्विदारणः स्वामनः स्ववशो व्यापी नैकात्मा नैककर्मकृत् आदिदेवो महादेवो देवेशो देवमृत्युरुः उत्तरो गोपतिर्गोप्ता ज्ञानगम्यः पुरातनः शरीरभूतविद्गोप्ता अभीन्द्रो भूरिदक्षिणः सोमको मृगः सोमः गुरुजित्कुरु
सेनो यदुश्रेष्ठः सन्निवासस्सु यामुनः भूतावासो वासुदेवः सर्वासु विलयो नरः विश्वमूर्तिर्महामूर्तिर्दीप्तमूर्तिरमूर्तिमान् यज्ञगुह्यम् अन्नमन्नाद एव च आत्मयोनिः स्वयं जातो वैखानः सामगायनः. കോപമുക്ത യശോദമ്മ കണ്ണനെ അടിക്കാൻ ചെന്നു. അപ്പോൾ കണ്ണൻ അച്ഛനെ വിളിച്ച് കരയാൻ തുടങ്ങി. അപ്പോൾ യശോദമ്മ ഓർത്തു, അടിക്കേണ്ട, പേടിപ്പിച്ചാൽ മതി, ചെറിയ കുട്ടിയല്ലേ, പിടിച്ചു കിട്ടുന്നതാണ് നല്ലത്. അടുത്തിരിക്കുന്ന ഒരു കയറിട്ട് കെട്ടി നോക്കി. പക്ഷി അതിനൊരു നിരാകരണം. പിന്നെ യശോദാമ്മ ഒന്നും നോക്കിയില്ല. ഉണ്ണീനെ നെട്ടിട്ടി അടുക്കളയ്ക്ക് നോട്ടവിടെ ഓടി. പാലും കുടിച്ചിങ്ങനെ രസിച്ച് കിടക്കട ഉണ്ണിക്കണ്ണനുണ്ടോ അതിഷ്ടാവുന്നു. ഉണ്ണിക്കണ്ണന് ദേഷ്യം വന്നു. ദേഷ്യം കണ്ട് കണ്ണും ചുണ്ടോ ഒക്കെ അങ്ങോട്ട് ചുമന്നു. ഉണ്ണിക്കണ്ണൻ എന്താ ചെയ്തേ? നേരത്തുണ്ടാകുന്ന കല്ലെടുത്ത് താരമത്തിക്കേറെ അങ്ങോട്ട് കൊടുത്തു. ശുചിവനെ പരിദഹ്യമാനേ ഉന്നേഷ്യതി വ്രജമതോ വസിതാന്തകാലം നേത്രേ പിധായ സബലോനധിഗമ്യ വീര്യഃ. മത്സ്യപൂർവ്വവരാഹശ്ച നരസിംഹോ ഇതി വാമന രാമോ രാമ രാമശ്ച കൃഷ്ണകൽക്കി ഇതി വേദശ്ച. ബ്രഹ്മാവിന്റെ മുഖത്തിൽ നിന്നും ബഹിർഗമിച്ച വേദസഞ്ചയങ്ങളെ ഹയഗ്രീവൻ എന്ന അസുരൻ മോഷ്ടിച്ച് കടലിനടിയിൽ ഒളിപ്പിച്ചു. ആ വേദസഞ്ചയങ്ങളെ സംരക്ഷിക്കുന്നതിനായി ഭഗവാൻ മത്സ്യരൂപത്തിൽ അവതരിച്ചു എന്നതാണ് ഐതിഹ്യം. ഏതെന്നോ ഭഗവാൻ സർവം യഥാവത് വക്തുമർഹസി ഉത്തമ ശ്ലോക ചരിതം സർവലോക സുഖാവഹം. ഈ ജഗത്തിന് മുഴുവൻ കാരണമായിരിക്കുന്നതായ രാമോ മുകുന്ദ പുരുഷ പ്രധാനം. സാക്ഷാൽ പ്രധാന പുരുഷന്മാരാണ് ഈ രാമനും കൃഷ്ണനുമായിട്ട് വന്നിരിക്കുന്നത്. അന്വീയ ഭൂതേഷു വിലക്ഷണസ്യ ജ്ഞാനസ്യ പേശാദയോ പുരാണോ. ഈ പ്രപഞ്ചത്തിന് മുഴുവൻ കാരണമായിരിക്കുന്ന ആ ശക്തിയാണ് ഇവിടെ ആ കൃഷ്ണരാമന്മാരായിട്ട് വന്നിരിക്കുന്നത് എന്നുള്ളതാണ് നിങ്ങൾക്ക് വേണ്ട രീതിയിൽ അറിയാത്തത്. അല്ലെങ്കിൽ അങ്ങനെയുള്ള നാരായണനാണ് ഇവിടെ നിങ്ങളുടെ പുത്രനായിട്ട് വന്നിരിക്കുന്നത്. മാത്രമല്ല നന്ദഗോപരെ പ്രാണവിയോഗകാലേ ക്ഷണം സമാവേശ മനോ വിശുദ്ധം നിർവൃത്യ കർമാശയമാശുനാദി പരാന്തരി ബ്രഹ്മമയോർത്തവർണ. ലബ്ധ്വാ ജനങ്ങള് ലബ്ധ്വാ ജനോ ദുർലഭമത്രമാംശം, ദുർലഭമായിട്ടുള്ള മനുഷ്യജന്മം കിട്ടുന്നു. കിട്ടിയിട്ട് എത്രയോ ജന്മങ്ങൾക്ക് ശേഷമാണ് മനുഷ്യജന്മം കിട്ടുന്നത്. മനുഷ്യത്വം കിട്ടിക്കഴിഞ്ഞാൽ മറ്റുള്ള മൃഗങ്ങളെ പോലെ ജീവിക്കാനല്ല. നേരത്തെ പറഞ്ഞത് ഒന്നുകൂടി മാത്രമല്ല, ഒന്നും ഉറപ്പിക്കാനുള്ളത് കാമസുഖങ്ങളൊക്കെ ഏത് പശുവിനും ഏത് പട്ടിക്കും പക്ഷികൾക്കും ഏത് പന്നിക്കും അനുഭവിക്കാവുന്ന കാര്യങ്ങളാണ്. ഇതൊക്കെ മനുഷ്യനായിട്ട് ജനിച്ചിട്ട് അത് മാത്രം അനുഭവിച്ചാൽ മതിയോ? ഭഗവാനും അദ്ദേഹം വിവാഹം കഴിച്ചു. ആര്യാ വിവാഹം കഴിച്ചത്? വിദർഭാരാജ്യമായ രുക്മിണിയെയാണ് എന്ന് ഒരു ശ്ലോകത്തിൽ പറയാം. കാരണം ശീശ്വരചന്ദ്രശി വിവാഹ അദ്ദേഹം ഒരു സർവസംഘ വ്യക്തിയായിരുന്നു.
അപ്പൊ പരീക്ഷത്തിന് അത്ര താല്പര്യം ശ്ലോകത്തിന് പറഞ്ഞു പോയാൽ മതിയല്ലോ എന്നാണ് ശ്രീ സുബ്രഹ്മണ്യ വിചാരിച്ചത്. പക്ഷേ പരീക്ഷയ്ക്ക് പറഞ്ഞു ഇങ്ങനെയൊന്നും പറഞ്ഞാൽ പോരാ, ഭഗവാന്റെ ആ നവാകഥ വിസ്തരിച്ചല്ല പറയണം എന്നാവശ്യത്തിൽ. അപ്പോൾ 2.5 അധ്യായത്തിനായി വിസ്തരിച്ച് പറയുക. എന്താ പരീക്ഷയ്ക്ക് പറഞ്ഞത്? ഭഗവാന്റെ കഥ കേൾക്കാൻ ഞാൻ വളരെയധികം ആഗ്രഹിക്കുന്നു. അത് ഇങ്ങനെയൊന്നും പറഞ്ഞാൽ പോരാ, ഭഗവാൻ ശ്രോതമിച്ഛ ഞാൻ ആ കഥ കേൾക്കാൻ ആഗ്രഹിക്കുന്നു. കാരണം ബ്രഹ്മൻ കൃഷ്ണകഥാ
भगवान् भीष्मसुता एवं निर्विद्यभूमिपान् पुरमाने विधिवत् उभये गुरुपुरं मङ्गलं നൽകട്ടെ രണ്ടുപേർക്കും മംഗളമേവർക്കും ചേർന്നിടട്ടെ മംഗളം മംഗളം രുദ്രനാമേ മംഗളം മംഗളം മാരുതേശ മംഗളം നൽകട്ടെ രണ്ടുപേർക്കും മംഗളം
പക്ഷത്തായി ഉത്തമ സ്ത്രീകൾ വിധിച്ച പോലെ രുക്മിണിയെ തുണി വെച്ചു ഭാഗ്യം. മംഗളം മംഗളം മാധേ മംഗളം മംഗളം മാരുവേശ ധന്യ സുഹൃത്തേ മന്നി നന്മ കല്യാണമായി
കേസരി